22-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ വീണ്ടും നമുക്ക് ധ്യാനിക്കാം. കർത്താവ് പറയുന്ന വാക്കുകളാണിത്. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവയെ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. വാളിങ്കൽ നിന്നെൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്നെൻ്റെ ജീവനെയും വിടുവിക്കണമേ. തീവ്രമായ വേദനയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന വാക്കുകളാണ് 22-ാം സങ്കീർത്തനത്തിൻ്റെ ഓരോ വരികളിലും നാം കാണുന്നത്. ഇത് ക്രിസ്തുവിനെക്കുറിച്ചാണെന്നുള്ളതിൻ്റെ കൃത്യവും വ്യക്തവുമായ വേദഭാഗങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത്. 16-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ഇത് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യവും ഈ പ്രവചനത്തിലുണ്ട്. സംഭവിച്ച കാര്യങ്ങൾ പലതും ആദ്യം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ പറയുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ പ്രവചിക്കുകയാണ്. അവൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അവർ എൻ്റെ കൈകളും പാദങ്ങളും കുത്തിത്തുളച്ചിരിക്കുന്നു. ഒരിക്കലും ദാവീദിന് അങ്ങനെ പരിക്ക് പറ്റിയിട്ടില്ല. മാനസികമായി ഒത്തിരി വ്യഥകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പരിക്ക് പറ്റിയിട്ടില്ല. അവർ എൻ്റെ കൈകളും പാദങ്ങളും കുത്തിത്തുളച്ചിരിക്കുന്നു. എ ഗ്രൂപ്പ് ഓഫ് സിൻഫുൾ പീപ്പിൾ ഹാസ് ക്ലോസ്ഡ് ഇൻ ഓൺ മീ. ദേ ആർ ഓൾ റൗണ്ട് മീ ലൈക്ക് എ pack of dogs. They have pierced my hands and my feet. നമുക്കറിയാം, കൈകൾ മരത്തോട് ചേർത്ത് വെച്ചിട്ട് ആണിയടിക്കുന്നു യേശുവിൻ്റെ കൈകളിൽ. കാലുകൾ ചേർത്ത് വെച്ചിട്ട് ആണിയടിക്കുന്നു യേശുവിൻ്റെ കാലുകളിൽ. ഇത് പറയാൻ പലപ്പോഴും ഞാൻ ശ്രമിക്കാറില്ല. കാരണം ചിന്തിക്കാൻ പോലും കഴിയാത്ത അതിവേദന നിറഞ്ഞ കാര്യമാണത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ആണല്ലോ ഈ വിധം വേദനകൾ സഹിച്ചത് എന്നോർക്കുമ്പോൾ ഭയവും നന്ദിയും നൊമ്പരവും എനിക്കുണ്ട്. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. മറ്റൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. 18-ാം വാക്യം, മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 35-ാം വാക്യത്തിൽ, അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. കൃത്യമായ പ്രവചനം. ചീട്ടിട്ട് വസ്ത്രം പകുത്തെടുത്തു. അവർ എൻ്റെ വസ്ത്രം പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു. കർത്താവിൻ്റെ വസ്ത്രം അവർക്കിഷ്ടമായിരുന്നു. ജോസഫിൻ്റെ അങ്കി ഊരി ആടിൻ്റെ ചോരയിൽ മുക്കി അപ്പൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തതുപോലെ ഇവിടെ ക്രിസ്തുവിൻ്റെ അങ്കി ഊരി
അവർ പങ്കിട്ടെടുക്കുകയാണ്. എന്തോ അത് പ്രഷ്യസ് ആണെന്ന് അവർക്ക് തോന്നി. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് ആളുകൾ സൗഖ്യമായതൊക്കെ അവരുടെ ഓർമ്മയിൽ കാണും. അതുകൊണ്ട് ഒരു കഷ്ണം എനിക്ക് വേണം, ഒരു കഷ്ണം എനിക്ക് വേണമെന്നും പറഞ്ഞ് ചീട്ടിട്ട് പകുത്തെടുത്തു. എന്തോ എന്തിനാണെന്നറിഞ്ഞുകൂടാ. പിന്നത്തേതിൽ ക്രൈസ്തവ സമുദായ നേതാക്കൾ തിരുശേഷിപ്പെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ അംശം ഉണ്ടെന്നുള്ള അവകാശത്തോടുകൂടെ ദേവാലയങ്ങളിൽ സ്ഥാപിക്കുകയും അതിലൂടെ അത്ഭുത രോഗശാന്തികൾ ഉണ്ടെന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം തന്നെ വേദവിപരീതമാണ്. എന്നാൽ ഇതൊരു പ്രവചന നിവൃത്തിയാണ്. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാമായി. അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളെ കർത്താവ് സൂക്ഷിക്കും. എല്ലാം അവൻ സഹിച്ചു, എല്ലാം അവൻ നിറവേറ്റി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നവൻ പറഞ്ഞു. നമുക്കവനിൽ വിശ്വസിക്കാം, ധൈര്യപ്പെടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.